കറിക്കാട്ടിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുളിശ്ശേരിയിൽ കേമനായ മാമ്പഴ പുളിശ്ശേരിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. മാമ്പഴ പുളിശ്ശേരി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. മാമ്പഴ പുളിശ്ശേരി ഒരു സീസണൽ കറിയാണ്. മാങ്ങ പഴുക്കുന്ന സമയത്ത് മാത്രമാണല്ലോ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാൻ കഴിയുന്നത്. മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് നാട്ടുമാങ്ങയാണ് ഏറ്റവും നല്ലത്. നാട്ടുമാങ്ങ ഇപ്പൊ കിട്ടാൻ പ്രയാസമാണ്. നാട്ടുമാങ്ങ അല്ലെങ്കിൽ ചന്ദ്രക്കാരൻ മാങ്ങ എന്നും പറയും. ഇതിപ്പോ കോട്ടൂക്കോണ മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയ മാങ്ങയാണ് നല്ലത്. മാങ്ങ ചെത്തിയെടുക്കാം. വളരെ നൈസായിട്ട് തൊലി കളഞ്ഞാലും മതി. പുളിയില്ലാത്ത മാങ്ങയാണ് മാമ്പഴ പുളിശ്ശേരിക്ക് നല്ലത്. പുളിയില്ലാത്ത നല്ല മധുരമുള്ള മാങ്ങയായിരിക്കണം. കോട്ടുകോണ മാങ്ങ പൊതുവെ നല്ല മധുരം ഉള്ളതാണ്. 2-3 മാങ്ങ വെച്ചിട്ട് പുളിശ്ശേരി തയ്യാറാക്കിയാൽ ഒരു 6 തൊട്ട് 8 പേർക്ക് വരെ എടുക്കാൻ പറ്റും. വലിയ മാങ്ങയാണെങ്കിൽ 2 എണ്ണം മതി. മീഡിയം മാങ്ങയാണെങ്കിൽ 3 എണ്ണം എടുക്കാം. 3 മാങ്ങ ചെത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മാമ്പഴ പുളിശ്ശേരി ചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. മാങ്ങ വേകാനായിട്ട് 2 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. ചട്ടി ആയതുകൊണ്ടാണ് 2 കപ്പ് വെള്ളം ഒഴിച്ചത്. അല്ലെങ്കിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ചാലും മതിയാകും. മാങ്ങയുടെ വലുപ്പത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1/2 ടീസ്പൂൺ ഉപ്പിടുകയാണ്. 1/4 ടീസ്പൂൺ മുളക് പൊടി, 2 പച്ചമുളക് കീറിയതിട്ട് കൊടുക്കാം. 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 8 തൊട്ട് 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് മാങ്ങ വെന്ത് കിട്ടും. മാമ്പഴ പുളിശ്ശേരിക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. ഞാൻ 1 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണ്. 2 ചെറിയ ഉള്ളി വേണമെങ്കിൽ ഇട്ടാൽ മതി. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ്. ചിലയിടത്ത് ഇടത്തില്ല. ഞാനിപ്പോ വെളുത്തുള്ളി ഇടുന്നില്ല, 2 ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. അരയ്ക്കാനായിട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് അരയ്ക്കുമ്പോഴത്തേക്ക് നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടും. പച്ചമുളക് മാങ്ങയെ കൂടെ ഇട്ട് വേവിച്ചത് കൊണ്ട് ഇതിനകത്ത് പച്ചമുളക് അരയ്ക്കുന്നില്ല. പച്ചമുളകും ആവശ്യത്തിന് വേണമെങ്കിൽ അരച്ചാൽ മതി. ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അരയണം. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. മാങ്ങ ഏകദേശം വേകാറായി. കുറച്ചുകൂടി വെള്ളം വറ്റണം. ഒന്ന് വെന്ത് വരുമ്പോൾ ചെറുതായിട്ട് മാങ്ങയൊന്ന് ഉടച്ചു കൊടുക്കണം. 1 മാങ്ങയൊന്ന് ഉടച്ചു കൊടുത്താലും മതി. 2 ടേബിൾ സ്പൂൺ ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മാമ്പഴ പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ നല്ല മധുരവും കുറച്ച് എരിവും ഉലുവയുടെ ഒരു ചവർപ്പും എല്ലാം കൂടി ചേരുന്നതാണ്. എല്ലാ രസങ്ങളും കൂടി ചേർന്ന് വരുന്നതാണ് മാമ്പഴ പുളിശ്ശേരി. മാങ്ങ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കുമ്പം ആ മാങ്ങയുടെ ഫ്ലേവർ എല്ലാം ഇതിനകത്ത് ഇറങ്ങി കിട്ടും. 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ നെയ്യിലും ശർക്കര പാനിയിലും കിടന്ന് ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകി അതും കൂടെ ചേർത്ത് കൊടുക്കണം. കുറച്ച് അരപ്പും കൂടെ ബാലൻസ് ഉള്ളതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ കിടക്കുമ്പോൾ ഈ അരപ്പിന്റെ പച്ച ചുവയെല്ലാം ഒന്ന് മാറി കിട്ടും. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അരപ്പ് ചേർത്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം പിന്നെ കുറച്ചൊന്ന് തണുത്തതിന് ശേഷമാണ് തൈര് ചേർക്കേണ്ടത്. ഇല്ലെങ്കിൽ അതിൻ്റെ ആ ചൂട് കൊണ്ട് തൈര് പിരിഞ്ഞു പോകും. ഇനി ഇതൊന്ന് ഇറക്കി വെക്കാം. മാമ്പഴ പുളിശ്ശേരിക്ക് 2 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. പുളിയുള്ള തൈരാണ് പുളിശ്ശേരിക്ക് നല്ലത്. പുളിശ്ശേരി എന്നാണല്ലോ, അപ്പൊ കുറച്ച് പുളിയുള്ള തൈരാണ് നല്ലത്. തൈരിങ്ങനെ തടിത്തവിയോ ഒരു വിസ്കോ വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കണം. മിക്സിയിൽ അടിച്ചാൽ തൈര് ലൂസായി പോവും. നന്നായിട്ട് ഉടച്ച് കട്ടയൊന്നും ഇല്ലാതെ ഉടച്ചെടുക്കണം. ഇനി ഉടച്ചെടുത്ത തൈര് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ബാക്കിയുള്ള തൈരെല്ലാം കൂടെ അതിനകത്ത് കലക്കി ഒഴിച്ചു കൊടുക്കാം. പുളിശ്ശേരിക്ക് കുറച്ച് കട്ടി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ചേർത്താൽ മതി. കുറച്ച് ലൂസായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പ് നമ്മുടെ തൈരിന്റെ പുളിക്കനുസരിച്ചുള്ള ഉപ്പ് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. മാങ്ങയും മധുരമാണെങ്കിലും ചെറിയൊരു പുളിപ്പും കൂടി മാങ്ങയ്ക്കും കാണുമല്ലോ, അപ്പൊ അതിനനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഇപ്പൊ ഇത്ര ഒരു ലൂസായിട്ട് ഇരിക്കണം. കുറച്ചും കൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. മാമ്പഴ പുളിശ്ശേരി കുറച്ച് കട്ടിയായിട്ട് ഇരിക്കുന്നതാണ് നല്ലത്. ആ 1 മാങ്ങയൊന്ന് ഉടച്ച് ചേർക്കുമ്പോഴത്തേക്ക് ആ മാങ്ങയുടെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും. ഇനി കടുക് താളിക്കാം. ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകിട്ടാൽ കടുക് നന്നായിട്ട് പൊട്ടണം. പൊട്ടിയതിന് ശേഷം മാത്രമാണ് ഉലുവ ഇട്ട് കൊടുക്കേണ്ടത്. 1/2 ടീസ്പൂൺ അളവിൽ ഉലുവ. ഒരു 4 ഉണക്കമുളകാണ്. 4 ഉണക്കമുളക് 2ആയിട്ട് മുറിച്ചത്. കുറച്ച് കൂടുതൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം.
കടുവറുത്ത് ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചേക്കണം. അതെല്ലാം കൂടി ആ എണ്ണയും കടുവറുത്ത മുളകും എല്ലാം കൂടി അതിലൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയാണ് 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുന്നത്. ഇനി തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ മാങ്ങ എടുക്കുന്നതിനനുസരിച്ച് തേങ്ങയുടെ അളവും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം അളവ് കൂട്ടി കൊടുക്കണം. മാമ്പഴ പുളിശ്ശേരി നല്ല കറക്റ്റ് അളവിലാണ് കിട്ടിയിട്ടുള്ളത്. കൂടുതൽ ലൂസുമല്ല, കൂടുതൽ കട്ടിയുമല്ല. സദ്യയിലൊക്കെ ഒഴിക്കാനും ഇത് നല്ല കറക്റ്റ് അളവാണ്. ഇലയിൽ ഒഴിക്കാനും നല്ല കറക്റ്റ് ആയിട്ടുള്ള അളവിന് കിട്ടിയിട്ടുണ്ട്. വിഷുവിനും ഓണത്തിനും എല്ലാം സദ്യയിൽ വിളമ്പാനായിട്ട് നല്ല ഒരു പുളിശ്ശേരിയാണ് മാമ്പഴ പുളിശ്ശേരി. ഇപ്പൊ ഈ വിഷു വരികയാണല്ലോ, എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. ഇഷ്ടമായാൽ കമന്റ്സ് അറിയിക്കണം. മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓണത്തിനും വിഷുവിനും എല്ലാ സദ്യയ്ക്കും നല്ലൊരു പുളിശ്ശേരിയാണ്. നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് അറിയിക്കണം, സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക്